വലിയ ജാഗ്രതയിലാണ് പോലീസ് സംവിധാനമുള്ളത്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ തന്നെയുള്ള ഈ ആക്രമണം ഒരുപക്ഷെ പോലീസിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഗ്രാമീണ മേഖലയിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ പരസ്പരം ഉണ്ടാവാറുള്ളതിൽ കൂടി ഇത് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണം, ജില്ലാ സെക്രട്ടറി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടു പിന്നിലുണ്ടായ സ്ഫോടനം, മറ്റൊരു ബോംബ് പൊട്ടാതെ, സ്റ്റീൽ ബോംബ് പൊട്ടാതെ പോലീസ് കണ്ടെടുത്തു തുടങ്ങിയ വിഷയങ്ങളെല്ലാം വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഡൽഹിയിൽ CPM-ന്റെ എക്കരി മന്ദിരത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം കേരളത്തിൽ CPM-ന്റെ ഏറ്റവും വലിയ ഒരു ഓഫീസിന് നേരെ ഉണ്ടാകുന്ന വലിയൊരു ആക്രമണമായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂർ LDF ഇടതുമുന്നണി കോഴിക്കോട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. വലിയ ജാഗ്രത എല്ലായിടത്തുമുണ്ട്. പ്രത്യേകിച്ചും അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പടരാതിരിക്കാനുമുള്ള എല്ലാ സംസ്ഥാന ജില്ലയിലുടനീളം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ വിവിധ ഭാഗങ്ങളിൽ ബേപ്പൂര്, വടകര, തിരുവനന്തപുരം തുടങ്ങിയ ഫറോക്ക് ഭാഗങ്ങളിലെല്ലാം തന്നെ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് CPM-ന്റെ പ്രധാന ഓഫീസർ, ജില്ലാ കമ്മിറ്റി ഓഫീസറുടെ ആക്രമണത്തെ കാണുന്നത്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കാൻ പോലീസ് മേധാവികൾ, പ്രത്യേകിച്ചും പോലീസ് റൂറൽ ജില്ലയിലെയും പോലീസ് സിറ്റി ജില്ലയിലെയും കമ്മീഷണറും അതുപോലെ തന്നെ സൂപ്രണ്ടും എല്ലാം തന്നെ അതാത് പോലീസ് സ്റ്റേഷനുകൾക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്.